അതിനകത്ത് തന്നെയുള്ള മിക്കവാറും പേര്, പ്രത്യേകിച്ച് സീനിയർ ആർട്ടിസ്റ്റുകളെല്ലാം, പിന്നെ ശ്രീലത ചേച്ചി, ടി ആർ ഓമന ആൻറ്റി, അങ്ങനെയുള്ള കുറേ പേര് പറഞ്ഞു മോളെ നിനക്ക് നിന്നൂടെ. പക്ഷെ അവർക്ക് എന്നെ അറിയാം, എനിക്ക് പിന്നെ ഈ സംഘടനയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിന്ന് അതിനൊരു അറ്റൻഷൻ കൊടുത്ത് അങ്ങനെ നിൽക്കാൻ പറ്റുന്ന ഒരു മനസ്സെന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ്. പക്ഷേ ഏതൊക്കെ അതിന് സാധിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ പണി കഴിഞ്ഞാൽ അപ്പം എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം. അതുകൊണ്ടല്ലേ ഡയറക്ഷൻ എനിക്ക് പറ്റാത്തത്. പിന്നെ എല്ലാവരെയും ഒന്നിച്ച് യോജിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളൊരു നമ്മളൊരു പ്രത്യേക അവസ്ഥയിലാണല്ലോ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന എല്ലാവരും രാജിവെച്ച് പോയത്. അപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ഫണ്ടാണ്. പല നല്ല കാര്യങ്ങളും അത് ചെയ്യുന്നുണ്ട്. അത് നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള ഇപ്പോഴുള്ള ഫണ്ട് അതവിടെ ഉണ്ടാവണം. നല്ല രീതിയിൽ തന്നെ നല്ല അതിൻ്റെ അർഹതയുള്ളവരുടെ കൈകളിലെത്തണം. പിന്നെ ഇനിയും കൂടുതൽ ഫണ്ടും കാര്യങ്ങളും വേണ്ടി വരുമ്പോൾ നമുക്കതിൻ്റെ ഒരു ക്യാപ്റ്റൻ ആവാൻ പറ്റുമോ എന്നുള്ള സംശയങ്ങളൊക്കെയാണ്. തീർച്ചയായും നോക്കാം, വരട്ടെ. അല്ല, ഇതിപ്പം ഈ തലപ്പത്തേക്ക് വരിക എന്നുള്ളത് മാത്രമല്ല, അതിലൊരു ആക്റ്റീവ് മെമ്പർ ആയിരിക്കുക എന്നുള്ളതും ഒരു വലിയ കാര്യം തന്നെയാണ്. കാരണം ഇപ്പൊ വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു മേഖലയാണ് സിനിമാ മേഖല. നമുക്കൊക്കെ അറിയാം അത് ഏത് ബേസിലാണ് വരുന്നത് എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ അത് അങ്ങനെ നിലനിൽക്കുമ്പോൾ പോലും നമുക്ക് കൃത്യമായ അഭിപ്രായങ്ങളും നിലപാടുകളുമുള്ള ആളുകൾ ബോധപൂർവ്വം അതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടില്ലേ? നമ്മളെ ജോലി തിരക്കൊണ്ടായിരിക്കാം. ആണ്, സത്യമാണ്. അപർണ പറഞ്ഞതിനോട് യോജിക്കുന്നത്. എന്താ അറിയാവോ, വിട്ടു നിൽക്കുക എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. ഞാൻ റെഗുലറായിട്ട് അവിടെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എൻ്റെ കുടുംബവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എനിക്ക് റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ ഇവിടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കോൺക്ലേവ് നടത്തി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. പക്ഷേ ആർട്ടിസ്റ്റിൻ്റെ കാര്യത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവരുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ളതൊക്കെ ചെയ്യാം. പക്ഷെ കൃത്യമായ പ്രതിഫലം നിശ്ചയിക്കാനോ അങ്ങനെയുള്ള സംഗതികൾ സിനിമ ബുദ്ധിമുട്ടാണ് ആർട്ടിസ്റ്റിന്. കാരണം ഇത് നിർണ്ണയിക്കുന്നത് നിർമ്മാതാക്കളും കൂടെ ചേർന്നാണ്. ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ പേയ്മെൻ്റ് ആണെന്ന് ഫിക്സ് ചെയ്യാൻ പറ്റൂ. അവർക്ക് മാർക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവരെ വിളിക്കൂ, അല്ലേ? അവരെ ഇപ്പം ഇതിൻ്റെ ബിസിനസ്സിൻ്റെ പല ഭാഗങ്ങളുണ്ട്. OTT ഉണ്ട്, സാറ്റലൈറ്റ് ഉണ്ട്, പിന്നെന്താ പറയുന്നത്, വിദേശ രാജ്യങ്ങളിൽ ഇതിൻ്റെ വിൽപ്പന എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ സൈഡൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ അവർ ഡിമാൻഡ് ചെയ്യുന്നവരും കൂടി ആയിരിക്കണം എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നിർമ്മാതാക്കൾ അവരുടെ പുറകെ പോകും. അപ്പോൾ ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുന്നത്? അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആർട്ടിസ്റ്റ് കാര്യത്തിൽ മറ്റ് യൂണിയനുകൾക്ക് അങ്ങനെയല്ല. അവർക്ക് ഇത്ര മണി മുതൽ ഇത്ര മണി വരെ അതിന് കൃത്യമായ ഒരു പേയ്മെൻറ്റ്, ആ സമയം കഴിഞ്ഞ് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഇത്ര പേയ്മെൻറ്റ്, അങ്ങനെയൊക്കെ തീരുമാനിക്കാൻ പറ്റും. അത് യൂണിയൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതൊരു ട്രസ്റ്റ് അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ. പിന്നെ പൊതുവേ ഇപ്പം അഭിനേതാക്കളുടെ ഇടയിൽ അല്ലെങ്കിൽ അഭിനേതാക്കളുടെ സംഘടനയിൽ മാത്രമല്ല, പൊതുവേ സംഘടനകളിൽ ഇപ്പം കുറേ ആളുകൾ സ്ത്രീപക്ഷവാദം പറഞ്ഞു വരുന്നു, പലതരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്നു. പരസ്പരം നാളെയും നമ്മൾ കാണേണ്ടവരാണ്, ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടവരാണ് എന്നുള്ളൊരു ബോധമൊന്നും പലപ്പോഴും ഈ വാക്കുകൾക്കിടയിൽ വരുന്നില്ല എന്നുള്ളൊരു പ്രശ്നം കൂടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അത് ഈയിടെയായിട്ട് കൂടി വരുന്നൊരു സത്യമാണ്. ഇത് കൂടി വരുന്നത് ആരോഗ്യകരമാണോ എന്നുള്ളത് ഇനി ഉള്ള കാലം. അവരെയൊക്കെ വ്യക്തിപരമായിട്ട് നമ്മൾ കാണുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ പലതിനും സത്യാവസ്ഥ ഉണ്ടെന്ന് മനസ്സിലാവും. പക്ഷെ ചിലതിലെങ്കിലും എന്താ പറയുന്നത്, ഒരു ഇത്രയും വേണ്ടിയിരുന്നു എന്ന് തോന്നുന്ന സംഗതികളും ഉണ്ട്. എല്ലാം തെറ്റല്ല, എന്നാൽ എല്ലാം ശരിയുമല്ല. പക്ഷേ ന്യായമായ കാര്യങ്ങൾ അത് ചോദിക്കുക എന്ന് പറയുന്നത് ഏതൊരു പൗരൻ്റെ അവകാശമാണ്. അതിപ്പോൾ ഏത് സംഘടനയിലായാലും ആ കൂട്ടായ്മയ്ക്ക് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഈ അടുത്ത സമയത്തായിട്ട് കുറച്ചൊരു പ്രശ്നങ്ങൾ വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ ഇതിനെക്കുറിച്ച് ദീർഘമായിട്ടും വിശദമായിട്ടും ചർച്ചകൾ നടത്തേണ്ടത് വളരെ അനിവാര്യമായൊരു ഘട്ടം തന്നെയാണ്. അതിൻ്റെ ഒരു മാറ്റമില്ല.